ഇന്നലെ രേണുവിന്റെ ഒരു ആരാത് എനിക്കറിയില്ല എന്ന് പറയുമ്പോ അതിന്റെ അടിയിൽ ഇട്ടിട്ടുണ്ട്, ഒരു പ്രോഗ്രാമിന്റെ നോട്ടീസിനകത്ത് ഇട്ടിട്ടുണ്ട്, വീണ സുധി എന്നും പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. ഒരാള് ഇട്ടിട്ടുണ്ട് ഒരു നോട്ടീസ്, അതായത് ഒരു പ്രോഗ്രാമിന്റെ നോട്ടീസിനകത്ത് വീണ സുധി, കൊല്ലം സുധി നയിക്കുന്ന മെഗാ ഷോ, അപ്പൊ വീണ സുധി എന്നും പറഞ്ഞിട്ട് അതിന്റെ 2 ദിവസത്തിന് മുന്നേ നമ്മൾ രേണു സുധിയെ പറ്റിയിട്ട് ഒരു വോയിസ് കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് സുധിയുടെ മുൻ ഭാര്യ വന്നിട്ട് കുറച്ച് വെളിപ്പെടുത്തലുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ രേണു സുധി കാരണമാണ് എൻ്റെ ജീവിതം തകർന്നത്, രേണു സുധിയുടെ കുറച്ച് ചാറ്റും കാര്യങ്ങളും ഒക്കെ സുധിയുടെ കയ്യിൽ നിന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഒരു വിഷയത്തിൽ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തതുമാണ്. എന്നാൽ രേണു സുധിയുടെ പുതിയൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു ഇന്റർവ്യൂ ആണ്. അതിനകത്ത് ഈ ഒരു ആരോപണത്തെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഒരു വോയിസ് വെക്കുന്നതായിരിക്കും. അതായത് ഈ ആരോപണം ഉന്നയിച്ച വ്യക്തിയായിട്ട് ഞങ്ങൾ പേഴ്സണലി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും നമ്മുടെ രാജ് ടോക്സിലെ രാജേട്ടനുമായിട്ട് ഇവരോട് പേഴ്സണലി സംസാരിച്ച സമയത്ത് ഇവർ ഞങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിവിടെ ഓഡിയോ ആയിട്ട് ഞങ്ങളിവിടെ വെക്കുന്നതായിരിക്കും. അവരുടെ പൂർണ്ണ സമ്മതത്തോടെ കൂടിയിട്ടാണ് ഈ ഒരു വോയിസ് പുറത്തു വിടുന്നത്. അത് മാത്രമല്ല, ഇതിനകത്ത് അനാവശ്യമായിട്ടോ മോശമായിട്ടോ അല്ലെങ്കിൽ രേണു എന്ന് പറയുന്ന ഒരു സ്ത്രീയെ മോശമായിട്ട് ചിത്രീകരിക്കാനോ അങ്ങനെ ഒന്നും ചെയ്യുന്നൊരു വീഡിയോ ഒന്നുമല്ല. അവരുടെ അഭിപ്രായം പറയുവാണ്. അതായത് എന്നെപ്പറ്റി അനാവശ്യമായിട്ട് ആരോടും പറഞ്ഞുകൊണ്ട് നടക്കരുത് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത് മാത്രമല്ല, അവർ ലീഗലി കല്യാണം കഴിച്ചതിൻ്റെ സകല തെളിവുകളും കാര്യങ്ങളും അവരുടെ കയ്യിലുണ്ട് എന്നും ഈ കഴിഞ്ഞ ദിവസം രേണു സുധിയുടെ വീഡിയോ കണ്ടപ്പം ആ വീഡിയോക്കകത്ത് രേണു സുധി ഇവരെ പറ്റി പറയുന്നതിനുമുള്ള ഒരു മറുപടിയാണ് ഈ ഒരു ഓഡിയോ. ഓക്കെ, എന്തായാലും നമുക്ക് ആദ്യം രേണു സുധി ഈ ഒരു ഓഡിയോ പുറത്ത് വന്നപ്പോൾ ഉള്ളതിൻ്റെ ഒരു പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. അറിയാത്ത ഒരാളിനെ കുറിച്ചാണ് അതായത് രേണു, ഞാൻ പറയുന്നത് വെച്ചാൽ അവര് രേണുവിന്റെ കിച്ചുവിന്റെ അമ്മ അല്ലാതെ അതിനുശേഷം ചേട്ടൻ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ലീഗലി കല്യാണം കഴിച്ചതാണ്. ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് അല്ല, ആ ഇന്റർവ്യൂ ചെയ്തവര് പറയുന്നുണ്ട്. എനിക്ക് അതിൽ കൂടുതൽ എനിക്ക് ഡീറ്റെയിൽ അറിയില്ല. ആരാ എന്താണെന്ന് അറിയാതെ ഞാൻ എന്ത് പറയാനാണ്. എനിക്കത് ആരാന്ന് അറിയത്തില്ല. എൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റ് ഞാൻ പബ്ലിക്കിൻ്റെ മുന്നിൽ കാണിച്ചിട്ടുണ്ട്. അവർ നിങ്ങളെ ആരെങ്കിലും മാരേജ് സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് കാണിക്കാൻ പറ എന്നാണ് ഇതിനകത്ത് രേണു പറയുന്നത്. എന്നാൽ എന്താണ് ആ ഒരു വ്യക്തിക്ക് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. കാലമില്ലാതെ ചിപ്പ വന്ന് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നു, അതാണ് മെയിൻ ക്വസ്റ്റ്യൻ. ഞാന് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. അപ്പൊ അതെല്ലാവർക്കും പിന്നെ ബോറായിട്ട് തോന്നും. അപ്പൊ ആൾക്കാർ കുറച്ചുപേര് കാര്യങ്ങളെല്ലാം കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, എന്റെ ചില ഫ്രണ്ട്സ്, ഞാൻ ആർട്ടിസ്റ്റ് ലെവലിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പം എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ചില ഫ്രണ്ട്സ് ഇവരുമായിട്ടൊരു ഷൂട്ടിൽ ഏർപ്പെടുകയും, അപ്പൊ എന്റെ സുധിച്ചേട്ടന്റെ ഈ മാരേജ് കഴിഞ്ഞ കാര്യമൊക്കെ ഈ ഫ്രണ്ട്സിനൊക്കെ അറിയായിരുന്നു. അപ്പൊ അവരത് ചോദിച്ചു, രേണു ഇത് എനക്ക് വീണ അറിയോ, എന്റെ നാട്ടുകാരിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്കറിയാം. അപ്പൊ ഇവര് കാഷ്വലായിട്ട് പറയുമല്ലോ, സുചേട്ടന്റെ സെക്കൻഡ് വൈഫ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ ഇവര് പറഞ്ഞു സുചേട്ടന്റെ സെക്കൻഡ് വൈഫ് ഒന്നുമല്ല, ഇതുപോലെ അവരൊരു ലിങ്ക്ഡ് സെറ്റപ്പിൽ ജീവിച്ചുകൊണ്ടിരിക്കുവായിരുന്നു 1 വർഷക്കാലം. പിന്നെ അതായത് എന്നെ ഒഴിവാക്കാൻ, പുള്ളിക്കാരൻ എന്നെ ഒഴിവാക്കാൻ പല രീതിയിലും ശ്രമിച്ചു. പക്ഷേ എന്നെ ഒഴിവാക്കി വിട്ടെ, അങ്ങനെ ഒരു ടോപ്പിക്ക് അതിൽ വന്നു. അപ്പോ ഞാന് ഈ രേണുവിന് ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരാൾ പറഞ്ഞു, ഞാൻ എന്റെ അമ്മയായിട്ട് ഇതിനെ കുറിച്ച് ചർച്ച ചെയ്തു, ഫാമിലിയിൽ എല്ലാവരുമായിട്ട് ചർച്ച ചെയ്തു പറഞ്ഞു, പോട്ടെ, നീ അതിന്റെ പിന്നാലെ നീ നടന്ന നിനക്കും കൂടി നാണക്കേടാണ്, അതുകൊണ്ട് പൊക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴും ഞാനത് അങ്ങനെ കളഞ്ഞു. പിന്നെ വേറെ ഈ അടുത്ത സമയത്ത് നൂറനാട് ഇവരൊരു നാടകത്തിന് പോയി, നാടകത്തിന്റെ സമിതിക്ക്. അപ്പൊ നാടകത്തിന് ചെന്നപ്പം അവിടുത്തെ ഒരു വീട്ടില് ഈ പുള്ളിക്കാരത്തെ കൊണ്ടിരുത്തിയേക്കുമായിരുന്നു, ഈ നാടകത്തിലെ ആർട്ടിസ്റ്റുകളെയൊക്കെ കൊണ്ടിരുത്തിയപ്പോഴത്തേനും അവിടെയും ഒരു ബോയിയാണ്, ഒരു ചേട്ടനാണേ. ചേട്ടനോ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പം ആ ചേട്ടനോടും ഇതേ സംസാരം തന്നെയാണ് സംസാരിച്ചത്. എന്നിട്ട് പുള്ളിക്കാരത്തിയോട് ആ ചേട്ടൻ ചൂടായി. പറഞ്ഞ്, അത് അച്ഛനെ കുറിച്ച് കൂടുതൽ നീ എന്നെ വീട്ടിൽ വിളിക്കുന്ന അച്ഛൻ എന്നാണേ, അപ്പം കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട, ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞു. അപ്പൊ ഇവള് ദേഷിക്കുകയൊക്കെ ചെയ്തു പുള്ളിയോട്. അപ്പൊ പുള്ളിയും തിരിച്ച് ദേഷിച്ചു ഇവളോട്. അത് കൂടുതലൊന്നും ആ കൊച്ചിനെ കുറിച്ച് അങ്ങനെ സംസാരിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ 1-2 വ്യക്തികൾ ചിലപ്പോ ഇവളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ചിലപ്പോ 1-2 ആളോടായിരിക്കും പറഞ്ഞത്. പക്ഷെ ഇത് ഫുള്ള് കവറിങ് ആയി. അപ്പൊ എന്റെ കൂടെ പ്രോഗ്രാം ചെയ്യുന്നവരൊക്കെ ചോദിക്കുമായിരുന്നു, ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ, അതുള്ളയാണോ? അപ്പൊ ഞാൻ നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അത് ഞങ്ങൾ ഇങ്ങനെ വേറൊരാള് ഇങ്ങനെ അറിഞ്ഞു. ചിലപ്പോ ഇവള് 2 പേരോടോ ഒരു 3 പേരോടോ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ഒരു കാര്യം കേട്ടപ്പോ എന്തുകൊണ്ട് രേണുവിനെ വിളിച്ച് ചോദിച്ചില്ല? രേണു ഇങ്ങനെ രേണുവിനെ എനിക്ക് വിളിക്കാൻ നമ്പർ ഇല്ലായിരുന്നു. ഞാൻ സുധിച്ചേട്ടന്റെ നമ്പർ എന്റെ കയ്യിലുണ്ട്. അപ്പൊ സുധിച്ചേട്ടന്റെ ഫോണിലേക്ക് ഞാൻ വിളിച്ചപ്പോ ഫോൺ സ്വിച്ച് ഓഫ് ആണ് പറയുന്നത്.
അപ്പൊ നമ്മുടെ വീട്ടിൽ ഓൾമോസ്റ്റ് ഒരാളുടെ ഫോൺ കയ്യിലുണ്ടെങ്കിൽ ഇവളൊരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സുധിച്ചേന്റെ ഫോൺ ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ടിട്ടാണ് ഞാൻ സുധിച്ചേന്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. മനസ്സിലായി? 64 നമ്പർ ലാസ്റ്റ്, ആ നമ്പറിലേക്കാണ് 04 നമ്പർ, ആ നമ്പറിലേക്കാണ് ഞാൻ വിളിക്കുന്നത്. ആ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ്. അങ്ങനെ ഞാൻ രേണുവിന്റെ അക്കൗണ്ടിൽ ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് ഇട്ടു, രേണു നീ കാണിക്കുന്നത് ശരിയല്ല, ഞാൻ ഇതുവരെയായിട്ടും നിനക്ക് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയിട്ടില്ല, നിനക്കെന്നല്ല ഞാൻ ആർക്കും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ട് നീ കാണിക്കുന്നത് വളരെ മോശമാണ്, ഞാനും ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് ഇതിപ്പോ നിർത്തിക്കോ എന്ന് ഞാൻ ഒരു മെസ്സേജ് അയച്ചു. വോയിസ് മെസ്സേജ് തന്നെയാണ് അയച്ചിരിക്കുന്നത്. സ്ക്രീൻഷോട്ട് എന്തെങ്കിലും ഉണ്ടോ കയ്യില്? ഇല്ല, ആ മെസ്സേജ് ഉണ്ടോ നോക്കണം. അപ്പോഴ് അത് കഴിഞ്ഞപ്പോഴത്തേന് ഇവള് പറയുന്നുണ്ട് എന്നെ അറിയില്ല എന്ന് പറയുന്നുണ്ട്. ഇത് പച്ച പരമാർത്ഥമായിട്ടാണ്. ഇല്ല, ഒരു റിപ്ലൈ തന്നില്ല. ഇല്ല, ഒരു റിപ്ലൈ തന്നില്ല. റീഡ് ആക്കിയിട്ടുണ്ട്, റിപ്ലൈ ഒന്നും തന്നിട്ടില്ല. റീഡ് ആക്കിയിട്ടുണ്ട്, ഒരു റിപ്ലൈയും തന്നില്ല. അപ്പം അത് എന്നിട്ടും പിന്നെയും ഇത് തന്നെ എന്റെ ചെവിയിൽ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുവാണ് ഓരോരുത്തരും. എന്റെ കൂടെ ഉള്ളവർ തന്നെ എന്നെ കുറെ കുറ്റപ്പെടുത്തി. നീ എന്തിനാണ് മിണ്ടാതിരിക്കുന്നത്, നീ മിണ്ടായിരിക്കേണ്ട ആവശ്യമില്ലല്ലോ, നീ അവന്റെ ഒളിഫാരി ഒന്നും അല്ലല്ലോ, അപ്പൊ നീ മിണ്ടായിരിക്കേണ്ട ആവശ്യമില്ലല്ലോ, നീ ഇറങ്ങി എന്റെ കുറെ കൂട്ടുകാർ അതിനകത്തൊക്കെ അവരൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ട്. ആര്യ, ഷൈജു എന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേരൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ട് അതിനകത്ത്. അപ്പൊ നീ എന്തോ പഴമാണോ എന്നൊക്കെ വെച്ചിട്ട് എന്നെ കുറെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞൊരു ഒറ്റ കാര്യം ഇതാണ്, എനിക്കൊരു ലൈവ് പോകാനോ ഇല്ലെങ്കിൽ ഒരു TV ചാനലിൽ എന്റെ ഫേസ് കാണിച്ച് ഇന്റർവ്യൂ കൊടുക്കാനോ എനിക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ ഞാനത് ചെയ്യാത്തത്, ഞാൻ സുധി എന്ന ലേബൽ വെച്ചിട്ട് ഒരു ആർട്ടിസ്റ്റ് ബേസിൽ നിൽക്കുന്ന ഒരാളല്ല. ഞാൻ 12 വയസ്സ് മുതലേ ഫീൽഡിൽ വന്നിട്ട് ഞാൻ ഇപ്പോഴും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരു ആർട്ടിസ്റ്റ് ലെവലിൽ വന്ന ഒരാളാണ്. അല്ല ഒരു സുപ്രഭാതത്തിൽ രേണുവിനെ പോലെ പെട്ടെന്ന് സഡൻലി വന്ന ഒരാളല്ല. അതുകൊണ്ട് എനിക്ക് എന്റെ ഫോട്ടോസോ എന്റെ ഫേസോ കാണിച്ചിട്ട് എനിക്ക് അങ്ങനെ ഒരു പ്രശസ്തി നേടാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. കാരണം ഇപ്പൊ ഒരാളെ വിളിച്ച് ഞാൻ ഒരു വീഡിയോ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ രേണുവിന്റെ മേളിൽ നിൽക്കും ഞാൻ, മനസ്സിലായോ? എനിക്ക് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ വ്യൂവേഴ്സ് കയറും, അതുപോലെ ഫേസ്ബുക്കിൽ കയറും, അതുപോലെ ട്വിറ്ററിൽ കയറും, ഇങ്ങനെയൊക്കെ എനിക്ക് വ്യൂവേഴ്സ് കൂടും. പക്ഷെ എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഫേസ് കാണിക്കാത്തത്. ഓക്കെ, ഇതിനകത്ത് രേണു ഈ ഒരു വിഷയത്തിൽ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. രേണു പറയുന്നത് എൻ്റെ അറിവിൽ സുധിച്ചേട്ടന് ഒരു ഭാര്യയേ ഉള്ളൂ, ആ ഒരു വ്യക്തി മരിച്ചുപോയി, ആത്മഹത്യ ചെയ്തതാണ് എന്ന്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, സുധിയുടെ മകൻ ജീവിച്ചിരിപ്പുണ്ട്, എനിക്ക് ആ മോനെ ഇതിനകത്തോട്ട് വലിച്ചിടാൻ താല്പര്യമില്ല. സുധിയുടെ മകൻ ജീവിച്ചിരിപ്പുണ്ട്, ചേട്ടൻ ജീവിച്ചിരിപ്പുണ്ട്, ചേട്ടത്തി ജീവിച്ചിരിപ്പുണ്ട്, അങ്ങനെ എല്ലാരും ജീവിച്ചിരിപ്പുണ്ട്. എന്തുകൊണ്ട് അവരാരും ഇത്ര വലിയൊരു വിവാദം വന്നിട്ട് റെസ്പോണ്ട് ചെയ്തില്ല? എന്റെ ചോദ്യത്തിനുള്ള മറുപടി നിങ്ങൾ തരണം. അതായത് താങ്കളെ കല്യാണം കഴിച്ചുകൊണ്ട് പോകുമ്പോ ഈ സുധിയുടെ മകന് 4 വയസ്സ് അങ്ങനെ എന്തോ ഞാൻ ആവശ്യിക്കുന്നത് അല്ല, 4 വയസ്സല്ല, 4ാം ക്ലാസ്സിൽ പഠിക്കുമായിരുന്നു. 4ാം ക്ലാസ്സിൽ പഠിക്കുക. എത്ര ഉണ്ടായിരുന്നു? ഞങ്ങളൊരു 4 വർഷം 1 വർഷം ഞങ്ങൾ പിണങ്ങി നിന്നു. ആ പിണങ്ങി നിന്ന ആ സമയത്ത് തന്നെ നമ്മൾ ഡിവോഴ്സ്ഡ് ആയി, നമ്മൾ പിന്നെ പോയിട്ടില്ല. ഈ മാരേജ് സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടല്ലോ അല്ലേ? എല്ലാ സാധനങ്ങളും കയ്യിലുണ്ട്. അമ്പലം വരെ. ഞാൻ ചോദിക്കട്ടെ, പക്ഷെ ആ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കാനായിട്ട് തയ്യാറാണോ? എന്നെ സംബന്ധിച്ച് അവർക്ക് മെന്റലി എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല. അതല്ല ഒരു മിനിറ്റ് ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇത്രയും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് പബ്ലിക്കിന്റെ മുന്നിൽ കാണിക്കാനായിട്ട് തയ്യാറാണോ? ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം, ഞാൻ അതാണ് ആദ്യം തന്നെ പറഞ്ഞത്. എനിക്ക് സുധിയുടെ 2ാം ഭാര്യ എന്ന സ്ഥാനത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ വന്നത്, അതിന് വേണ്ടിയിട്ട് ഞാൻ കടിപിടി കൂടുന്നില്ല. അല്ല, പക്ഷെ ആ സ്ഥാനത്തിന് വേണ്ടിയിട്ടല്ല, ഈ പറയുന്ന നിലവിലെ ഭാര്യയായിട്ടുള്ള രേണു തന്നെ അറിയാവുന്നവർക്ക് അറിയാലോ. അല്ല ഞാൻ ചോദിക്കുന്നത്, അല്ല നമ്മൾ പറയുന്നത് ഇത് കറക്റ്റാ കാണിക്കാൻ വേണ്ടി നമുക്ക് ബ്ലർ ചെയ്തെങ്കിലും നമുക്ക് കാണിക്കാൻ വേണ്ടി ഇന്നതാണ് നമ്മുടെ കയ്യിൽ ഉണ്ട് സാധനം, നമ്മളത് അവരുടെ എന്റെ കയ്യിൽ എല്ലാ സാധനവും ഉണ്ട്. കൊല്ലം ഫാമിലി കോർട്ടിലാണ് ഞങ്ങൾ ഡിവോഴ്സ് ചെയ്യുന്നത്. ഡിവോഴ്സ് പേപ്പറിന് ഞാൻ അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ ചേട്ടത്തിയുടെ അഡ്വക്കേറ്റ് തന്നെയാണ് ഞങ്ങൾക്ക് ഈ ഡിവോഴ്സ് വാങ്ങി തന്നത്. ചേച്ചി പിന്നെ ഈ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുവാണ്, അഡ്വക്കേറ്റിന്റെ. അപ്പം ചേച്ചിയാണ്, അതായത് സുധിയുടെ ചേട്ടത്തി, എന്റെ ചേച്ചിയല്ല, സുധിയുടെ ചേട്ടന്റെ വൈഫാണ് ഈ കാര്യങ്ങളെല്ലാം നിന്ന് ചെയ്തു തന്നത്. പിന്നെ ഇതിനകത്ത് മരിച്ചു പോയിട്ടുള്ളത് സുധിയുടെ അച്ഛനും സുധിയും ഈ സുധിയുടെ ഫസ്റ്റ് വൈഫും മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? ജീവിച്ചിരിക്കുന്നവരുണ്ട്, ജീവിച്ച് ആൾക്കാർ ഇരിപ്പുണ്ട്, ബാക്കിയുള്ളവരുണ്ട്, കല്യാണം കൂടിയവരുണ്ട്, കല്യാണം വന്ന് ആലോചിച്ചവരുണ്ട്. അവരാരും എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? അല്ല, നമ്മൾ ഇത്രയും ഒരു കാര്യം
ഒരു മിനിറ്റ്. താങ്കൾ ഇപ്പൊ മറ്റൊരു ദാമ്പത്യമായിട്ട് ജീവിക്കുകയാണല്ലോ കുടുംബമായിട്ട്. അതെ. താങ്കൾ ഇപ്പോ നിലവില് അപ്പൊ അതായത് താങ്കൾ ഒരു മോശപ്പെട്ട ഒരു സ്ത്രീയായിട്ട് ഈ പറയുന്ന രേണു പിന്നീട് ചിത്രീകരിച്ചത് കൊണ്ട് അത് വേണ്ട, എന്റെ സത്യാവസ്ഥ വെളിയിൽ അറിയണം എന്നത് കൊണ്ടാണ് ഇപ്പൊ വന്ന് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ. തീർച്ചയായിട്ടും. അതുമല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഇനി നിങ്ങൾ കേൾക്കാനായിട്ടൊരു ഒരു 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഞാൻ കമന്റിൽ കണ്ടൊരു കാര്യമാണ്, ഇത് ബിഗ് ബോസിന്റെ എന്തോ ഡ്രാമയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടു. എനിക്കും ബിഗ് ബോസും ആയിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ എനിക്ക് പേഴ്സണലിലും ഒഫീഷ്യലിലും എനിക്ക് രേണുവായിട്ട് ഒരു ശത്രുതയില്ല. എന്റെ ശത്രുവല്ല അവള്, മിത്രമല്ല. കാരണം നമ്മൾ അന്ന് ഇങ്ങനൊരു ചാറ്റ് കണ്ടു. ആ ചാറ്റ് കണ്ടപ്പം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ടു. പിന്നെ എന്റെ ലൈഫിലോട്ട് സുധിച്ചേട്ടനും വന്നിട്ടില്ല, സുധിച്ചേട്ടന്റെ ലൈഫിലോട്ട് ഞാനും പോയിട്ടില്ല. എന്നെ ഒരിടത്ത് പോലും സുധിച്ചേട്ടൻ നാണം കെടുത്തിയിട്ടുമില്ല. അപ്പൊ സുധി മരിക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് വന്ന് പറഞ്ഞില്ല എന്ന് കുറച്ച് പേര് ചോദിച്ചതിനുള്ള ആൻസർ ആണിത്. എന്നെ ബുദ്ധിമുട്ടിക്കാത്ത ഒരു വ്യക്തിയുടെ അടുത്ത് ഞാൻ എന്തിനാണ് പുള്ളിനെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇല്ല, അത് മാത്രമല്ല, ഈ നിങ്ങളുടെ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് പുള്ളിയെ പറ്റിയിട്ട് ഒരുപാട് രീതിയിൽ മോശമായിട്ടുള്ള രീതിയിലോട്ട് പോകുന്നുണ്ട്. അതായത് പേഴ്സണൽ കാര്യങ്ങൾ അങ്ങനെ ചെയ്യരുത്. അതെനിക്ക് ഭയങ്കര അത് തെറ്റായിട്ട് തോന്നി. കാര്യം മരിച്ച ഒരാളെ പറ്റിയിട്ട് നമ്മൾ ഒരിക്കലും തെറ്റായിട്ട് തോന്നിയിട്ടില്ല. എന്താണെന്നറിയോ, ഞാൻ ജീവിച്ചിരിക്കും. അപ്പൊ നിങ്ങൾ ഈ വിളിക്കുന്ന ആർക്കൊക്കെ ഫാമിലി ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. ഈ നിങ്ങൾക്ക് ആർക്കൊക്കെ ഫാമിലി ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ അത്ര വലിയ ഉദാര മനസ്കയൊന്നുമല്ല. എന്റെ ഭർത്താവിനെ രാവിലെ നല്ല ഹാപ്പി ആയിട്ട് നിന്ന് എന്റെ ഭർത്താവിന്റെ അടുത്ത് തലേ ദിവസം രാത്രിയിൽ പുള്ളി ഷൂട്ട് കഴിഞ്ഞ് വെളുപ്പിലെ 5 മണിയപ്പോ ഷൂട്ടാണോ പ്രോഗ്രാം ആണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. എന്തോ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് പുള്ളി വെളുപ്പിലെയാണ് വരുന്നത്. ഷൂട്ടാണോ പ്രോഗ്രാം ആണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. അത്ര എനിക്ക് നല്ല ഓർമ്മയിലില്ല. പുള്ളി വന്നിട്ട് പിറ്റേന്ന് വെളുപ്പിലെ വന്ന് എന്റെ വീട്ടിൽ കിടന്ന്, അത് എന്റെ വീട്ടിലാണ് സൂചേട്ടൻ നിന്നോണ്ടിരുന്നത്, എന്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങി രാവിലെ അത്രയും സ്നേഹമായിട്ട് ഒരു ഹസ്ബൻഡിന് ഉമ്മയൊക്കെ കൊടുത്ത് നമ്മൾ പോവാണ്. പോയിട്ട് തിരിച്ചു വരുമ്പം ഈ ചാറ്റ് കാണുമ്പോ ഞാൻ വലിയ ഉദാര മനസ്കയൊന്നുമല്ല. എന്റെ ഹസ്ബൻഡ് എന്ത് കാണിച്ചാലും ഞാൻ എന്റെ കൂട്ടത്തില് ചേർത്ത് നിർത്തിക്കോളാന്ന് ഞാൻ ആർക്ക് വാക്കും കൊടുത്തിട്ടില്ല. എനിക്ക് മനസ്സിലായി. പക്ഷെ നിങ്ങളുടെ വിഷമമായിരിക്കും പറയണത്. പക്ഷെ നമ്മളിത് കാണുമ്പോഴത്തേക്കും മരിച്ചുപോയ ഒരാൾ മരിച്ചുപോയി. ഇനി നമ്മളത് പിന്നെ അതിനെപ്പറ്റി പറയുമ്പോൾ മോശമായിട്ട് ആൾക്കാർ അത് ചിന്തിക്കത്തുള്ളൂ. ഈ പറയുന്നവർക്കോ ഈ കമന്റ് ഇടുന്നവർക്കോ ജസ്റ്റ് മിനിറ്റ്, ഈ കമന്റ് ഇടുന്നവർക്കോ അതിന്റെ ബുദ്ധിമുട്ട് അറിയത്തില്ല. കാരണം ചിലപ്പോ അവരൊക്കെ അവരെ ഭാര്യമാരെ ചിലപ്പോ ആരെങ്കിലും കൂടെ വിടുവായിരിക്കും, വിട്ടിട്ട് തിരിച്ചു വരുമ്പോ അവർ സ്വീകരിക്കുമായിരിക്കും. ഓക്കെ, ചിലപ്പോ ഭർത്താക്കന്മാരെയും വിടുവായിരിക്കും, തിരിച്ചു വരുമ്പോ അവർ സ്വീകരിക്കും. പക്ഷെ ഞാൻ അത്ര ഉദാര മനസ്കയൊന്നും അല്ല, എനിക്കത് പറ്റില്ല. പിന്നെ അടുത്തത് പറഞ്ഞത് ഒരു സൈക്കിള് മേടിച്ചു കൊടുത്തു എന്നും പറഞ്ഞിട്ട് ഞാൻ അവിടെ വിഷയം ഉണ്ടാക്കിയെന്ന് അടുത്തൊരു കമന്റ് ഞാൻ കണ്ടിരുന്നു. ആ സൈക്കിള് മേടിച്ചു കൊടുക്കുമ്പോ നമ്മളോട് സത്യം പറയാലോ, മനസ്സിലായോ? ആ കുട്ടീനെ, അതായത് ഈ സുധിയുടെ മകനെ ഞാനും കൂടി കൊണ്ടുപോയിട്ടാണ് ബസ് സ്റ്റാൻഡിൽ നിർത്തി ആ പെൺകുട്ടീനെ ശാലിനിയെ കാണിച്ചിട്ടുണ്ട്. എന്നെ വിളിച്ചിട്ടാണ് അവള് പറയുന്നത്, വീണ എനിക്ക് മോനെ ഒന്ന് കാണണം. നീ വാ കാണിക്കാം എന്ന് പറയും. ഞാനും സുധിച്ചേട്ടനും കിച്ചും കൂടി പോയിട്ടാണ് ഈ കുഞ്ഞിനെ കാണിച്ചിട്ടുള്ളത്, മനസ്സിലായോ? അപ്പൊ എന്നോട് മറക്കേണ്ട കാര്യമില്ലല്ലോ, എന്നോട് മറക്കേണ്ട കാര്യമുണ്ടോ? അത് ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ കവർ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാവത്തുള്ളൂ. അവരമ്മ വരുന്നു, വീട്ടിലേക്ക് വരുന്നു, കുട്ടിക്ക് സൈക്കിൾ മേടിച്ചു കൊടുക്കുന്നു, ഞാൻ അറിയാതെ ടെറസിന്റെ മണ്ടയിൽ കൊണ്ട് വെക്കുന്നു. അതിന്റെയൊക്കെ ആവശ്യം എന്താണ്? ആ ഒരു സിറ്റുവേഷൻ ഈ പറയുന്നവർ അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ ഒന്നും ചോദിച്ചില്ല, ഞാൻ ഇത്ര ചോദിച്ചോളൂ, ഈ സൈക്കിൾ ആര് മേടിച്ചു? അത് വില്ലേജ് മേടിച്ചു തന്നു എന്ന് പറഞ്ഞ് ഞാൻ ആ വീട്ടിൽ നിന്ന് പോയി. ഞാൻ ഒന്നും പറയാൻ നിന്നില്ല. ഈ രേണുവുമായിട്ടുള്ള ഒരു റിലേഷൻ അല്ലെങ്കിൽ ഈ ചാറ്റ് വഴിയാണോ ആദ്യമായിട്ട് അറിയുന്നത്? അതെ, അന്ന് AVM കോഴ്സോ അങ്ങനെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലേഡി, പിന്നാണ് എനിക്ക് ഇവളാണെന്ന് മനസ്സിലായത്. അന്ന് ആ ചാറ്റിൽ പറയുന്നുണ്ട് ഏവിയേഷൻ ഏവിയേഷൻ കോഴ്സിനോ എന്തോ പഠിക്കുവാന്ന്. പിന്നീടാണ് എനിക്ക് മനസ്സിലായോ? ഈ അന്ന് അവളുടെ അക്കൗണ്ടിന്റെ പേര് ഫേസ്ബുക്കിൽ അക്കൗണ്ടില് ദേവിക അങ്ങനൊരു പേരായിരുന്നു ഫേസ്ബുക്കിൽ കിടന്നിരുന്നത്, ആ അക്കൗണ്ടിൽ കിടന്നിരുന്നത്. പിന്നെ ആ ഫേസ്ബുക്കിലെ ചാറ്റാണ് പിന്നെ ഈ വാട്സപ്പിലേക്ക് വന്നത് ചാറ്റ്. ചാറ്റ് കണ്ടു, ഇഷ്ടം പോലെ ചാറ്റ് കണ്ടു. ഒരു ചാറ്റ് മാത്രമല്ലായിരുന്നു, അല്ലല്ല, ഒരു ദിവസം കൊണ്ടുള്ള റിലേഷൻ അല്ല. അത് കഴിഞ്ഞിട്ട് ഞാനുമായിട്ട് പിണങ്ങി നിൽക്കുന്ന സമയത്ത്, അതായത് നമ്മൾ ഡിവോഴ്സിന് ഇപ്പം ചേച്ചി എന്നോട് ഒരു വട്ടം ചോദിച്ചോളൂ കേട്ടോ, ചേട്ടത്തി വീണ ലൈഫാണ്, വീണയുടെ തീരുമാനം എന്താണ് എന്ന് എന്നോട് ഒറ്റ വട്ടം ഞാൻ പറഞ്ഞു.
സുധിയുടെ ചേട്ടത്തി. വീണ ലൈഫാണ്. അതായത് ഈ രേണുവിന്റെ ചേച്ചി, രേണുവിന്റെ ചേച്ചിയല്ല, സുധിയുടെ ചേച്ചി, സുധിയുടെ ചേട്ടത്തി, ചേട്ടന്റെ വൈഫ് എന്നോട് ചോദിച്ചു, വീണ അവര് എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അവര് ഒരു ഫാമിലി ഒന്നും എനിക്ക് ഇപ്പം വരെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല. അപ്പോഴേ വീണ ലൈഫാണ്. അപ്പൊ അതുകൊണ്ട് വീണയുടെ തീരുമാനം എന്താണ്, വീണയാണ് ജീവിക്കാനുള്ളത്. ഇങ്ങനെ മാത്രമാണ് എന്നോട് ചേച്ചി ചോദിച്ചത്, അതായത് ചേട്ടത്തി ചോദിച്ചത്. അപ്പൊ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി അത് ഒപ്പിടുന്നതിന് മുന്നെയാണ് ചേച്ചി എന്നോട് ചോദിക്കുന്നത്, കോടതിയുടെ മുന്നേ വെച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഇനി ഒരു ഡൗട്ട് ഞാൻ ചോദിക്കുന്നത് ഈ രേണുവിന് ഞാനൊരു ഡൗട്ട്, ചിലപ്പോ രേണുവിന് അറിയാൻ പാടില്ലായിരിക്കും നിങ്ങൾ തമ്മിൽ ഈ പറയുന്ന പിന്നെ ലീഗലായിട്ട് മാരേജ് ചെയ്തതായിട്ട് അറിയാം ലീഗലായിട്ട് മാരേജ്. പിന്നെ രേണു ഞാനും കൂടി ഈ ഡിവോഴ്സ് ആയതിനു ശേഷം ഞാനും കൂടി വാട്സപ്പിൽ സംസാരിച്ചതാണ്, ഫോണിൽ കൂടെ. അതായത് വാട്സപ്പിൽ, പിന്നെ തീർച്ചയായിട്ടും വാട്സപ്പിലല്ല, സോറി, ഫേസ്ബുക്കിൽ ഞാൻ രേണുവും കൂടി കോൾ ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. അതായത് ഞാൻ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ടൈം ഞങ്ങൾ ഭയങ്കര ശത്രുക്കളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് ഒക്കെ അയച്ചു. അത് കഴിഞ്ഞ് ഞാൻ എന്റെ നെക്സ്റ്റ് മാരേജിലേക്ക് പോയി. അവരും നല്ല സന്തോഷമായിട്ട് അവരും പോയി. അത് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രാവശ്യം ഞാൻ രേണുവിന്റെ ഫേസ്ബുക്ക് എടുത്ത് ഫേസ്ബുക്കിൽ നിന്ന്, ഇത് ഇപ്പോഴല്ല, സുധിച്ചേട്ടൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ രേണുവായിട്ട് കോണ്ടാക്ട് ചെയ്തു, ഫേസ്ബുക്ക് വഴി കോണ്ടാക്ട് ചെയ്തു. കോണ്ടാക്ട് ചെയ്യാൻ കാരണം അനീഷ് എന്ന് പറഞ്ഞിട്ട് ഒരു ചേട്ടൻ, പക്ഷെ ഈ അനീഷ് ചേട്ടൻ കള്ളം പറഞ്ഞതായിരുന്നു. പിന്നെ ഞാനത് അറിഞ്ഞു, പിന്നീട് ഞാനത് അറിയാനിടയായി. എന്നെ കോൾ ചെയ്യുമെന്ന് ഫ്ലവേഴ്സിലോ എന്തോ ഷൂട്ടിനോ എറണാകുളത്ത് എവിടെയോ വെച്ചിട്ട് ഈ അനീഷ് ചേട്ടനോട് പറഞ്ഞു, ഇതെനക്ക് സുധിച്ചേട്ടാ ഞാൻ ഇന്നാളുമായിട്ട് എന്നെ കോൾ ചെയ്യാൻ സംസാരിക്കുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞപ്പോ സുധിച്ചേട്ടൻ പറഞ്ഞു എന്ന്, നിനക്ക് നല്ലതല്ല കേട്ടോ, നീ അവളെ വിളിക്കുന്നത് നല്ലതല്ല, ഇനി മേലിൽ വിളിച്ചു പോകരുതെന്തോ കുറച്ച് ബാഡായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞു സുധിച്ചേട്ടൻ എന്നെ കുറിച്ച്. സുധിച്ചേട്ടൻ ജീവിച്ചിരിക്കുന്ന സമയത്ത്. അപ്പൊ ഞാൻ സുധിച്ചേട്ടനെ വിളിച്ചില്ല, സുധിച്ചേട്ടന്റെ നമ്പർ എന്റെ കയ്യിലുണ്ട്, ഞാൻ പുള്ളീനെ വിളിച്ചില്ല. ഞാൻ വിളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിനെ ഫേസ്ബുക്കിലേക്കാണ് ഞാൻ കോൾ ചെയ്യുന്നത്. രേണുവിന്റെ നമ്പർ എനിക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ നേരെ രേണുവിനെയാണ് വിളിക്കുന്നത്. കാരണം പുള്ളിയുടെ ഇപ്പൊ നിലവിലുള്ള ഭാര്യ അവളാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പുള്ളിക്കാരത്തെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, രേണു ഞാൻ വീണയാണ്. അപ്പൊ ഫേസ്ബുക്കിൽ നിന്നാണ് കോൾ വിളിക്കുന്നത്, ഞാൻ വീണയാണ്, പിന്നെ രേണു ഇങ്ങനെ സുധിച്ചേട്ടൻ മോശമായിട്ട് പറയുന്നുണ്ടെന്ന് പറഞ്ഞു, അത് നീ ഒന്ന് നിർത്തിയേക്കണം കേട്ടോ, പിന്നെ അതൊന്നും ശരിയല്ല. ഞാൻ സുധിച്ചേട്ടനെ മാത്രം ഫ്രണ്ട്സ് അല്ല മിമിക്രി ഫീൽഡിലുള്ളത്, എന്റെയും കൂടി ഫ്രണ്ട്സ് ആണ്. അപ്പൊ അവരെന്നോട് കോൾ ചെയ്യോ അല്ലെങ്കിൽ അവരെനിക്ക് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ അവരെന്നെ നേരിട്ട് കാണുമ്പോൾ സംസാരിക്കുകയോ ചെയ്യുന്നത് സുധിച്ചേട്ടൻ സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ ഈ രേണുവിനെ വിളിച്ച് പറഞ്ഞു. അതായത് എന്റെ ഫേസ്ബുക്കിൽ നിന്ന് രേണുവിന്റെ ഫേസ്ബുക്കിലേക്ക് ഞാൻ ആദ്യമായിട്ട് കോൾ ചെയ്യുന്നത് ഈ കാര്യം പറയാനാണ്. അപ്പൊ രേണു പറഞ്ഞു, ആണോടാ, അയ്യോ എനിക്ക് അറിയത്തില്ലായിരുന്നടാ, ഞാൻ സുചേട്ടനോട് പറയാം കേട്ടോ, പക്ഷെ സുചേട്ടൻ അങ്ങനെ പറയോ എന്ന് എനിക്ക് അറിയില്ല എന്നും രേണു പറഞ്ഞു. നിന്നെ കുറിച്ച് അങ്ങനെ മോശമായിട്ടൊന്നും സുചേട്ടൻ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. ഈ രേണു പറഞ്ഞതാണ്. പക്ഷെ ഇനി നിങ്ങളെ രണ്ടുപേരെയും കൂടി എന്തെങ്കിലും ശത്രുക്കൾ ആക്കാനായിട്ട് ഇനി സുചേട്ടനെ ഇടക്കിട്ടതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും അനീഷ് എന്ന് പറയുന്ന അയാൾ പറഞ്ഞതായിരിക്കും എന്ന് രേണു എന്നോട് പറഞ്ഞു. രേണു എന്നോട് അപ്പോഴും മോശമായിട്ടൊന്നും സംസാരിച്ചില്ല, ഞാൻ പറയുന്നത് ഫുള്ളും രേണു കേൾക്കുകയും ചെയ്തു. മനസ്സിലായോ? പക്ഷേ ഈ ഒരു ചാറ്റ് കണ്ടപ്പോഴേ ആ സമയത്ത് രേണുവിനെ കോണ്ടാക്ട് ചെയ്യുന്ന ഈ ഒരു വിഷയം ചാറ്റുമായിട്ടുള്ള ബന്ധപ്പെട്ട് സംസാരിക്കാനൊക്കെ സംശയം. അതായത് രേണുവിനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ചാറ്റ് കണ്ടല്ലോ, രേണുമായിട്ടുള്ള ചാറ്റ് കണ്ടല്ലോ, ഇതിന്റെ ക്ലാരിഫിക്കേഷൻ വരുത്താൻ വേണ്ടിട്ട് രേണുവിനെ വിളിക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടോ? എന്താണ് എന്റെ ഭർത്താവ് ചാറ്റ് അയക്കുന്നത്? അതെ അതെ, പക്ഷെ എനിക്ക് ആ സമയത്ത് രേണു ആണെന്ന് അറിയില്ലായിരുന്നു. ഈ രേണു എന്നത് സ്ത്രീയാണെന്ന് എനിക്ക് ആ സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു. സുധിയുടെ ഫോണിൽ നിന്ന് തന്നെ ഞാൻ ചോദിച്ചു. അതായത് സുധിയുടെ ഫോണിലാണ് ചാറ്റ് കണ്ടത്, എന്റെ ഫോണിൽ നിന്നല്ല ഞാൻ ചോദിക്കുന്നത്. സുധിയുടെ ഫോണിൽ നിന്ന് തന്നെ ഞാൻ തിരിച്ച് റിപ്ലൈ ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഞാൻ സുധിയുടെ വൈഫാണ്, സുധിക്ക് ഫാമിലി ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ലേ എന്നൊക്കെ ഞാൻ ചോദിച്ചു. അപ്പൊ ചോദിച്ചപ്പോഴത്തേന് ഇവള് എന്നോട് തിരിച്ചു പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ ഞാൻ കുറച്ച് ഷൗട്ട് ചെയ്താണ് സംസാരിച്ചത്. അതായത് കുറച്ച് വൾഗറായിട്ട് ഞാൻ തെറി വിളിച്ചു പുള്ളിക്കാരത്തെ ചാറ്റിലൂടെ തന്നെ. നീ ആരടി എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്, അല്ല സോഫ്റ്റ് ആയിട്ടല്ലോ. അപ്പൊ എന്നോട് തിരിച്ചു പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ എന്താണെന്ന് എന്നോട് സുധിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, നീ കൂടുതൽ ഞെളിയൊന്നും വേണ്ട, നിന്റെ ക്യാരക്ടറൊക്കെ എന്നോട് സുധിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, നീ ആരാന്ന് എനിക്ക് അറിയാടി എന്ന് പറഞ്ഞു. തിരിച്ച് എനിക്ക് വന്ന മെസ്സേജ് ഇതായിരുന്നു.
ഐഡന്റിഫൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പിണങ്ങി എന്റെ വീട്ടിൽ നിൽക്കുന്ന ടൈമില് കിച്ചുവും രേണുവും സുധിയും കൂടി ഇടയ്ക്ക് കാണാറുണ്ടായിരുന്നു, ഞങ്ങൾ ഡിവോഴ്സ് ആകുന്നതിന് മുന്നേ. അപ്പം രേണു ആണെന്ന് ഞാൻ അന്നാണ്, അതായത് ഇവരുടെ ഇടയിൽ ഒരാളുണ്ട്, ആളുടെ പേര് ഞാൻ പറയുന്നില്ല, കിച്ചുവിനും സുധിക്കും രേണുവിനും ഇടയ്ക്കൊരാളുണ്ട്. അപ്പൊ ആ ആളാണ് രേണുവിന്റെ ഫോട്ടോയും. ഇവര് ഹാപ്പി ലാൻഡിലോ എവിടെയൊക്കെ പോയി റൂം എടുത്തൊക്കെ താമസിച്ചു ഈ കല്യാണത്തിന് മുന്നേ. അതായത് രേണുവിനെ ലീഗലി കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഇവര് കറങ്ങാനൊക്കെ പോവായിരുന്നു. അങ്ങനെ ഇവരുടെ കൂടെ ഉള്ള ഒരു വ്യക്തി എനിക്ക് ഇവരുടെ ഫോട്ടോ എടുത്ത് അയച്ചത്. അങ്ങനെ രേണുവിന്റെയും സുധിയുടെയും ഒരു ഫോട്ടോ എനിക്ക് എടുത്ത് അയച്ചു തന്നിട്ട് ഒരു കോഫി ഷോപ്പിൽ ഇരിക്കുന്ന ഫോട്ടോയാണ് എനിക്ക് അയച്ചു തന്നത്. അങ്ങനെയാണ് ഈ പുള്ളിക്കാരനുമായിട്ട് ചാറ്റ് ചെയ്യുന്നതും പിന്നെ ഇത് കാരണമാണ് മനസ്സിലായത് അങ്ങനെയാണ്. പിന്നെ എന്തോ ഒരു പ്രോഗ്രാമിലാണോ എന്തിലോ സുധിയുടെയൊക്കെ മാരേജ് കഴിഞ്ഞിട്ട് സുധിയുടെ ഇൻസ്റ്റഗ്രാമിലാണ് ഞാൻ കാണുന്നത്. സുധിയുടെ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ആ ഒരു അക്കൗണ്ടിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സുധി രേണുവിനെ രജിസ്റ്റർ ചെയ്യുന്ന ടൈം മനസ്സിലായോ? രേണുവിനെ രജിസ്റ്റർ ചെയ്തിട്ട് എന്തോ ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് മുന്നേ രേണു സുധിയായിട്ട് ജീവിക്കുന്നുണ്ട്. അതായത് ഭാര്യ ഭർത്താവ് ആകുന്ന ആ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു എന്നും പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സുധിയുടെ അക്കൗണ്ടിൽ. അപ്പോഴാണ്, അതായത് ഇവരിൽ ഒരുമിച്ച് താമസിച്ച് കുറെ നാൾ കഴിഞ്ഞിട്ടാണ് രജിസ്റ്റർ മാരേജ് ചെയ്തത് ഇവര്, ഭാര്യ ഭർത്താവ് ആകുന്നത്. അപ്പൊ ഇത് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് സുധിയുടെ ഇൻസ്റ്റഗ്രാം ഒരു ദിവസം ഞാൻ ചെക്ക് ചെയ്തു. ഞങ്ങൾ തമ്മിൽ പിണങ്ങി, ഈ ഫോട്ടോ എനിക്ക് വന്നതിന് ശേഷം പിണങ്ങി പിരിഞ്ഞ് ഞങ്ങൾ ഡിവോഴ്സ് ആയതിനു ശേഷമാണ് രേണുവിന്റെ ഫോട്ടോ സുധി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ പുള്ളിക്കാരത്തി തന്നെയാണ് ഈ ചാറ്റിൽ ഉണ്ടായിരുന്നതും. അതായത് ഞാൻ പിണങ്ങി നിൽക്കുമ്പോൾ ഇവര് തമ്മിൽ കാണുമോ ഉറപ്പിച്ചത് അപ്പോഴാണ് പുള്ളിക്കാരത്തി ആടുന്നു എന്നുള്ളത്. ഉറപ്പിച്ചത് അപ്പോഴാണ്. ഇവരുടെ ഇടയിൽ നിൽക്കുന്ന ഒരാൾ തന്നെയാണ് ഇവർക്കിട്ട് പണി കൊടുത്തത്. ഈ കാര്യങ്ങളെല്ലാം അറിയാം. എന്റെയും കോമൺ എന്ന് വെച്ചാല് ഞങ്ങള് രണ്ടുപേരെയും കോമൺ ഫ്രണ്ടാണ് ഇയാള്. ഓക്കെ, ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്നറിയോ? ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാരും ചോദിക്കുന്നൊരു ചോദ്യം, തെളിവ് എവിടെ, തെളിവ് കാണിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമാണ്. തെളിവ് വരാനായിട്ട് കൊല്ലത്താണ് എന്റെ വീട്. ആർക്ക് തെളിവ് വേണമെങ്കിലും ഞാൻ കല്യാണം കഴിച്ച സ്ഥലവും ഞാൻ ഡിവോഴ്സ് ആയ സ്ഥലവും കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കാം. വരാൻ പറ. അല്ല, എന്തെങ്കിലും ലീഗൽ ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ലീഗലി തന്നെ കാണിച്ചു കൊടുക്കാം. അല്ല, നമുക്ക് വേണേൽ ബ്ലർ ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഈ പറയുന്ന പോലെ മാരേജ് സർട്ടിഫിക്കറ്റോ. ആർക്കാണ് തെളിവ് വേണ്ടത്? ജസ്റ്റ് മിനിറ്റ്. ആർക്കാണ് തെളിവ് വേണ്ടത്? നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് എന്റെ ഈ പേഴ്സണലി നമ്പർ അവർക്ക് കൊടുക്കുക. മനസ്സിലായോ? ഈ പേഴ്സണലി നമ്പർ ആർക്ക് തെളിവ് വേണമെങ്കിലും ഞാൻ തെളിവ് കൊടുക്കാൻ തയ്യാറാണ്. അതെനിക്ക് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, എനിക്ക് മാധ്യമങ്ങളിലുള്ള ഈ തുക്കടാക്കിയ ആൾക്കാർക്ക് എനിക്ക് തെളിവ് കൊടുക്കേണ്ട ആവശ്യമില്ല. മാധ്യമങ്ങളിലുള്ള തുക്കട ആൾക്കാർക്കല്ല, ജനങ്ങളാണ് ഇത് കാണുന്നത്. ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്. കാര്യം ജനങ്ങളല്ലേ ഇത് ആരാന്ന് വെച്ചാൽ നേരിട്ട് വരാൻ പറയൂ. ഒരുപാട് പേര് ഇത് കാണുന്നതല്ലേ, എല്ലാവർക്കും ഇത് വന്ന് പ്രൂവ് ചെയ്യേണ്ട ആവശ്യം വരുമോ? ഇത് ഒരുപാട് ആൾക്കാർ കാണുന്നതല്ലേ. ഈ ജനങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇങ്ങനൊരു സംഭവം ഇട്ടത്. കാര്യം പുള്ളിക്കാരി ഇത് പറഞ്ഞതിന് ശേഷം രേണു ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരേജ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ എടുത്തു വെച്ച് കാണിച്ച് പുള്ളിക്കാരത്തിയുടെ മാരേജ് ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളുടെയൊക്കെ കയ്യിരിക്കുന്ന മാരേജ് സർട്ടിഫിക്കറ്റ് എങ്ങനത്തെയാണെന്ന് അറിയാമോ? ഈ വരന്റെയും വധുവിന്റെയും 2 ഫോട്ടോ പിടിപ്പിച്ചിട്ട് അതിന്റെ അടിയിൽ ഒരു സീലും ചെയ്തിട്ട് അതിന്റെ അടിയിലാണ് ഒപ്പിടുന്നത്. ഞങ്ങളുടെയൊക്കെ കയ്യിലിരിക്കുന്ന മാരേജ് സർട്ടിഫിക്കറ്റ് അതാണ്. ഞാൻ അതിനെ കുറിച്ച് വരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അവളെ കളിയാക്കാനോ തരം താഴ്ത്താനോ നാണം കെടുത്താനോ ചെയ്തത് നല്ലൊരു പ്രോപ്പർ വേയിലാണ്. മനസ്സിലായ? അതായത് ആദ്യം മാരേജ് സർട്ടിഫിക്കറ്റ് കാണിക്കുന്നു, ഞാനാണ്, എൻ്റെ എല്ലാ തെളിവും ഉണ്ടെന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇത് ഞാൻ ഇപ്പോഴും പറയുന്നില്ല സുധിയുടെ ലീഗലി ഉള്ള ഭാര്യ അവളാണെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഒരു ചാനലിലും പറഞ്ഞിട്ടില്ല. സുധിയുടെ ലീഗലി ഇപ്പോൾ ഉള്ള ഭാര്യയും സുധിയുടെ ഒരു മോനെ പ്രസവിച്ചവളുമാണ് അവള്. അത് ഞാൻ നിഷേധിക്കുന്നില്ല. മനസ്സിലായോ? മരിക്കുന്ന സമയത്ത് സുധിയുടെ ഭാര്യ എന്ന ലേവലുള്ളത് അവൾക്ക് തന്നെയാണ്. അത് ഞാൻ നിഷേധിക്കുന്നില്ല. ഞാനത് എവിടെയും നിഷേധിക്കുന്നില്ല. ഇപ്പോഴും നിഷേധിക്കുന്നില്ല. പക്ഷേ നിഷേധിക്കുന്നില്ല. ആവശ്യം അത്രേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ, എനിക്ക് മെന്റലി പ്രോബ്ലം ഒന്നുള്ള ഒരാളല്ല.
സുധിയുടെ വൈഫ് എന്നും പറഞ്ഞിട്ട് എനിക്ക് നിലവിലുള്ള ഒരു ഭർത്താവും കുഞ്ഞും ഉള്ളപ്പം സുധിയുടെ വൈഫ് എന്നും പറഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് എനിക്ക് ഇടിച്ചു കയറി വരേണ്ട കാര്യമില്ല. സുധിയുടെ ഇൻഷുറൻസ് തുകയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഒരു ഡയലോഗ് ആരോ അടിച്ച് ഒരു കമന്റിലുണ്ടായിരുന്നു. അങ്ങനെ എന്തോ പറഞ്ഞു. സുധിയുടെ പേരിൽ ഞാനൊരു LIC എടുത്തിട്ടുണ്ടായിരുന്നു, മനസ്സിലായോ? അത് ഞാൻ റിജക്ട് ചെയ്ത് കളഞ്ഞതാണ്. സുധിയുടെ പേരിൽ എനിക്കൊരു LIC ഉണ്ടായിരുന്നു, മയ്യനാടുള്ള ഒരു ചേച്ചിയുടെ കയ്യില്. പക്ഷെ എനിക്ക് വേണമെങ്കിൽ സുധി ലീഗലായിട്ട് ഉള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടാണ്. അത് ഞാൻ റിജക്ട് ചെയ്ത് കളഞ്ഞതാണ്, എനിക്ക് അതിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ട്. പിന്നെ എനിക്ക് നിലവിൽ ഒരു ഹസ്ബൻഡും ഞാൻ എന്റെ ലൈഫ് നന്നായിട്ടും എന്റെ ആർട്ടിസ്റ്റ് ലെവലിലാണെങ്കിലും അല്ലെങ്കിൽ എന്റെ ഫാമിലിയിലാണെങ്കിലും നന്നായിട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഇടിച്ചു കയറിയിട്ട് ഞാൻ സുധിയുടെ രണ്ടാമത്തെ ഭാര്യയായിരുന്നു എന്ന് പറയാൻ എനിക്ക് മെന്റലി ഡിപ്രഷൻ അടിച്ച് നടക്കുന്ന ഒരാളൊന്നും അല്ല ഞാൻ. എനിക്ക് എന്റെ ലൈഫ് സ്പോയിൽ ചെയ്തിട്ട് സുധിയുടെ ജീവിച്ചിരിപ്പില്ലാത്ത സുധിച്ചേന്റെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്താണ് പ്രയോജനം? പുള്ളിക്ക് കോടികളുടെ ആസ്തി ഉണ്ടോ എനിക്ക് അതിൽ നിന്ന് പിടിച്ചു പറിച്ച് മേടിക്കാനായിട്ട്? ഇല്ലെങ്കിൽ പുള്ളിക്ക് ലോകം മൊത്തവും ലക്ഷറീസ് എസ്റ്റേറ്റുകളുണ്ടോ? ഇല്ലല്ലോ, ഇതൊന്നുമേ ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, എന്നെ ബുദ്ധിമുട്ടിക്കരുത്. എന്റെ വഴിയെ രേണു വരുവാണെങ്കിൽ രേണുവിന് ഞാൻ പണി കൊടുത്തിരിക്കും, അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പൊ ഞാൻ നിങ്ങളെല്ലാം അടുത്ത ഇനി ഈ പറയുന്ന പ്രേക്ഷകരോ അല്ലെങ്കിൽ ഓഡിയൻസോ അവർക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇനി വ്യക്തമായിട്ടൊരു കാര്യം പറയാം. രേണുവിനെ ഞാനൊരു കംപ്ലൈന്റ് കൊടുത്ത് രേണുവിനെ അതിലോട്ട് കൊണ്ടുപോയാൽ അത് എന്നിലും രേണുവിലും മാത്രമാണ് ഒതുങ്ങുന്നത്, മനസ്സിലായോ? രേണുവിന്റെ നിലനിൽപ്പിന് വേണ്ടി ചിലപ്പോൾ രേണു ഒരു 5 പേരോടോ അല്ലെങ്കിൽ 2 പേരോടോ ഈ ഒരു കള്ളം പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഞാൻ ഈ സമൂഹത്തിന്റെ മുമ്പിൽ മൊത്തം നാറിക്കൊണ്ടിരിക്കുവാണ്. എന്തെന്ന് വെച്ചാൽ ഈ 2 പേരോട് പറഞ്ഞതായിരിക്കും ഇപ്പൊ അത് 10,000 പേര് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായോ? അപ്പൊ ഈ 10,000 പേരോടും പോലും എനിക്ക് പോയി എന്റെ സത്യസന്ധത തെളിയിക്കാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു ഓഡിയോയിലേക്ക് വരാനായിട്ടുള്ള കാരണം. എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടോ? ഇല്ല. എന്തായാലും ഇത് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതിനകത്ത് ബുദ്ധിമുട്ടില്ലല്ലോ. പിന്നെ ശരണ്യ ചേച്ചി, അതായത് എന്റെ വോയിസ് ഇട്ട ചേച്ചി, ഞാൻ ആ ചേച്ചിയെ കുറിച്ച് കുറെ അപവാദങ്ങൾ ഞാൻ ഇങ്ങനെ കണ്ടിരുന്നു. എന്ന് വെച്ചാല് എന്തുവാ, കാസ്റ്റിനെ കുറിച്ചൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് കണ്ടിരുന്നു. അപ്പൊ അത് അറിയാനും വേണ്ടിയിട്ട് ഞാൻ പറയുവാണ്, ഞാൻ അതായത് ഇന്നലെ ഈ ഒരു പോസ്റ്റ് കണ്ടപ്പം വരെയും സത്യമായിട്ടും രേണു ക്രിസ്ത്യൻസ് ഒരു സമുദായത്തിൽപ്പെട്ട ഒരു ലേഡി ആണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്, മനസ്സിലായോ? അതായത് ഞാൻ കണ്ടിരുന്ന ഒരു പോസ്റ്റ്, ഒരു ദളിത് യുവതിക്ക് എതിരെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഒരു ലേഡി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും ഒരു മതത്തിനെയോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളെ കുറിച്ച് ഞാൻ അതിൽ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആ ഓഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഒരാളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ പേഴ്സണലി എനിക്കുണ്ടായ അനുഭവങ്ങൾ, എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ, പിന്നെ ആ കമന്റുകൾ നിങ്ങൾ എടുത്തു നോക്കി അറിയാം. കല്യാണത്തിന് വന്നവര് പറയുന്നുണ്ട്, ഇതിന്റെ തെളിവുകളുണ്ട്. പിന്നെ ഇപ്പൊ നിൽക്കുന്ന ഒട്ടനവധി സെലിബ്രിറ്റീസിന് വരെ ഈ കഥകൾ അറിയാവുന്നതാണ്. അങ്ങനെ സുധി ഒരു കഴിഞ്ഞിട്ടില്ല എന്നുള്ളതിന് നമുക്ക് പിന്നെ ഡൗട്ടൊന്നുമില്ല. കാരണം അവിടെ ജീവനോടെ തെളിവുള്ള ഈ പറയുന്ന സുധിയുടെ മകനുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്, എല്ലാരും ഉണ്ട്. എന്റെ അമ്മയുണ്ട്, നാട്ടുകാരുണ്ട്. ഈ അമ്പലത്തിലെ എന്റെ കല്യാണം നടത്തുന്ന അമ്പലത്തിൽ തിരുമേനി വരെ അതിന് കമന്റ് ഇട്ടിട്ടുണ്ട്. ഈ കുട്ടിയുടെ കല്യാണം ഞാനാണ് നടത്തി കൊടുത്തത്. അമ്പലത്തിലായി കിട്ടിയതാണല്ലോ? അല്ല, ഞങ്ങൾക്ക് നിയമപരമായിട്ട് നമ്മൾ അമ്പലത്തിൽ പോയി, അതായത് മാടന്നര ക്ഷേത്രത്തിൽ പോയി നമ്മള് ഓഡിറ്റോറിയം അല്ല, നമ്മൾ അമ്പലമാണ് തെരഞ്ഞെടുത്തത് കല്യാണത്തിന്. എന്നിട്ട് നമ്മൾ സൈൻ ചെയ്തതാണ്. പോയി പഞ്ചായത്തിൽ പോയിട്ട് ലീഗലി സൈൻ ചെയ്യുമല്ലോ, അങ്ങനെ സൈൻ ചെയ്തതാണ്. അതായത് ഞങ്ങൾ സൈൻ ചെയ്ത വർഷവും കൂടി ഞാൻ പറഞ്ഞു തരാം. 2012 ലാസ്റ്റിൽ ഞങ്ങൾ മാരീഡ് ചെയ്തു. അത് കഴിഞ്ഞ് സുധിച്ചേട്ടൻ അമേരിക്കയില് കെ എസ് പ്രസാദ് ഏട്ടന്റെ ടീമിലെ ഇവര് അമേരിക്കയിലേക്ക് ഒരു ട്രിപ്പ് പോയി. പിന്നെ പുള്ളി ഒരു 90 ദിവസം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത്. 3 മാസം കഴിഞ്ഞില്ല, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഏകദേശം ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോ പുള്ളി പോയി. അപ്പൊ ഞങ്ങൾക്ക് ആ ടൈമിൽ ഞങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ 2013 ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, മനസ്സിലായോ? 2013 ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറി അന്നാണ് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതായത് 1 ഇയർ കഴിഞ്ഞാണ് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തത്. ഞങ്ങൾ പഞ്ചായത്തിലേക്ക് പോയി രജിസ്റ്റർ ചെയ്തത്. അപ്പം ഇത്രയും ഒരാളോടും ഒരു മീഡിയയിലോ അല്ലെങ്കിൽ ഒരാളോട് പറയണേ ഭ്രാന്തെന്നുള്ളവരൊന്നും ഇതൊന്നും പറയാനൊന്നുമില്ല. എനിക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് ലാഭം കിട്ടാനും ഒന്നുമില്ല. പിന്നെ
ഇപ്പോഴും ഞാൻ പറയുവാണ്, മീഡിയയുടെ മുമ്പിൽ ഞാൻ വരാത്തത് ആരെയും പേടിച്ചിട്ടൊന്നുമല്ല. പക്ഷെ എനിക്ക് മീഡിയയുടെ മുമ്പിൽ വരാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. അത് വേറൊന്നും കൊണ്ട് ഒളിച്ചിരുന്ന് സംസാരിക്കുമല്ല. എനിക്ക് ഇതിന്റെ പേരിൽ എനിക്ക് റീച്ച് കിട്ടുന്നോണ്ട് താല്പര്യമില്ല, അത്രേ ഉള്ളൂ. ഇതിന്റെ പേരിൽ ഇനി ഓരോരോ ചാനലുകാരെടുത്തിട്ട് അവിടെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന്, പിന്നെ എന്നെ അറിയാവുന്ന വ്യക്തികൾക്കൊക്കെ എന്നെ അറിയാം. ഈ കമന്റ് ഇടുന്ന പല വ്യക്തികളും എന്റെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഫ്രണ്ട്സാണ്. ഈ ഫേസ്ബുക്കിലൊക്കെ ഞാൻ ഈ കമന്റ് വരുമ്പം സത്യമായിട്ടും എനിക്ക് ചിരിയാണ് വരുന്നത്. കാരണം ഇവര് ഒന്ന് കാണിക്കുമോ, ആളുടെ മുഖം ഒന്ന് കാണിക്കുമോ എന്ന് ചോദിക്കുമ്പോഴത്തേന് ഇവരൊക്കെ എന്റെ ഫ്രണ്ടാണ്. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഇവരെല്ലാം എന്റെ ഫ്രണ്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഏകദേശം ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഏകദേശം ഒരു 16K അടുപ്പിച്ച്. ഞാൻ ഇതിലൊന്നും ഭയങ്കര ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്ന ഒരാളുമല്ല. ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും അല്ലെങ്കിൽ ഈ ഫേസ്ബുക്ക് ആണെങ്കിലും ഒന്നും ഞാൻ അതിലൊന്നും അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാളല്ല. എനിക്ക് വേറെ പല പല കാര്യങ്ങളിലും ഞാൻ പോകുന്ന ഒരാളാണ്. അപ്പൊ ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ കമന്റ് ഇടുന്നുണ്ട്, ആളുടെ മുഖം എന്താണ് കാണിക്കാത്ത, പേടിച്ചിട്ടാണോ? ഒരിക്കലും അല്ല. ഞാൻ സമൂഹത്തെ പേടിക്കുന്നില്ല. കാരണം എന്താണെന്നറിയോ, ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇന്നലെ രേണുവിന്റെ ഒരു ആരാത് എനിക്കറിയില്ല എന്ന് പറയുമ്പോ അതിന്റെ അടിയിൽ ഇട്ടിട്ടുണ്ട്, ഒരു പ്രോഗ്രാമിന്റെ നോട്ടീസിനകത്ത് ഇട്ടിട്ടുണ്ട്, വീണ സുധി എന്നും പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. ഒരാള് ഇട്ടിട്ടുണ്ട് ഒരു നോട്ടീസ്, അതായത് ഒരു പ്രോഗ്രാമിന്റെ നോട്ടീസിനകത്ത് വീണ സുധി, കൊല്ലം സുധി നയിക്കുന്ന മെഗാ ഷോ, അപ്പൊ വീണ സുധി എന്നും പറഞ്ഞിട്ട് അതിന്റെ അടിയിൽ ഇട്ടിട്ടുണ്ട്. അതും ഒരു തെളിവാണ്. ചുമ്മാ ഒരാള് ഒരു ലിവിംഗ് ടുഗദർ സെറ്റപ്പ് ആണെങ്കിൽ ഒരിക്കലും ഒരാളുടെ പേര് അതിന്റെ അടിയിൽ ചേർക്കത്തില്ല. പിന്നെ ഞാൻ അവരെ വീടുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടും കൂടിയാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അപ്പൊ എന്നോട് ചേട്ടത്തി പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്: നിങ്ങൾക്കാർക്കും ഒരു പ്രശ്നമില്ല, സുധി മരിച്ചു, അതുകൊണ്ട് എല്ലാരും സുധിയെ വെച്ച് ആഘോഷിക്കുന്നു. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അനിയൻ പോയി, അമ്മയ്ക്ക് അമ്മയുടെ മകൻ പോയി, കിച്ചുവിന് കിച്ചുവിന്റെ അച്ഛൻ പോയി. ഇത്രയാണ് എന്നോട് ചേട്ടത്തി പറഞ്ഞ ഡയലോഗ്. ഞാൻ പറഞ്ഞു, ചേച്ചി ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങളത് അവരെ വിളിച്ച് സംസാരിക്കണം, നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോ എന്റെ പ്രശ്നം ഞാൻ അവരെ വീടുമായിട്ട് ചർച്ച ചെയ്തു. അല്ല, ചർച്ച ചെയ്യാൻ എടുത്തൊരു തീരുമാനമല്ല ഞാനത്.